ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? പിന്നെ ഒരുവിധമുള്ളവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ മുക്കാൽ ഭാഗത്തോളം ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകളതുണ്ട്. അതിപ്പോൾ ഈയിടെയായിട്ട് ഓർഡർ എടുത്ത ആൾക്കാരെയാണ് ഇനി അയക്കാനുള്ളത്. അത് നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയുടെ മുടവാണ്. നാളെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നാളെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ബാക്കിയുള്ളവരുടെ എല്ലാവരതും അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് അയക്കുള്ളൂ. അതോടുകൂടെ നമ്മുടെ ഒരുവിധം ഉള്ളവർ അയക്കാനുള്ളവരതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓർഡർ എടുത്തവരതൊക്കെ അയച്ചതിന് ശേഷം വീണ്ടും ഓഫർ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഇടാത്തത്. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇന്നലെ പോസ്റ്റ് വഴി നമ്മൾ ആദ്യമായിട്ടാണ് അയക്കാൻ പോണത്. അപ്പം ഇന്നലെ ഞാൻ പോസ്റ്റ് വഴി അയക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൽ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് പോയി. അവിടെ പോയപ്പോൾ നെറ്റ് കവറേജ് കാരണം ഇന്നലെ എനിക്ക് അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പൊക്കോ, ഇന്നിപ്പോൾ എന്തായാലും അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവിടെ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണം അവർക്ക് അയക്കാൻ പറ്റൂല. പിന്നെ വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ മുടക്കാണ്, ദുഃഖവെള്ളിയുടെ മുടക്കം. അല്ലെങ്കിൽ ഇന്നലെ അവിടെ വെച്ചിട്ട് ഇന്നവർ അയക്കുമെന്ന് വിചാരിക്കാം. പക്ഷെ അതും പറ്റിയില്ല. ഇന്ന് മുടവ്. ഇനി നാളെ ഒരു പക്ഷേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ സൺഡേ, പിന്നെ തിങ്കളാഴ്ച, അത്രയും ദിവസം അവർ അവിടെ വെക്കണ്ടേ. അപ്പോൾ ഞാൻ അതായിട്ട് ഇന്നലെ അങ്ങോട്ട് പോന്ന്. അത് മാത്രമല്ല, എനിക്ക് പോസ്റ്റ് വഴി അയക്കുമ്പോൾ കിലോന് 60 രൂപയാണ് അവിടെ വരുന്നത്. ചെറിയ ചെറിയ പാക്കിങ്ങൊക്കെയാണ് വെച്ചെങ്കിൽ 32 രൂപ 35 രൂപയൊക്കെയാണ് റേറ്റ് പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 60 രൂപയാണ്. പിന്നെ കൊറിയർ വഴി അയക്കുകയാണ് വെച്ചെങ്കിൽ എനിക്ക് വരുന്നത് 40 രൂപയാണ് വരുന്നതുള്ളൂ. DTDC ആകുമ്പോൾ 70 രൂപ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ എനിക്ക് അവിടെ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് വഴി എല്ലാവരും വീട്ടിൽ എത്തിച്ചു തരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ എനിക്ക് അങ്ങനെ അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനത് ഇന്നലെ റിട്ടേൺ കൊടുത്തിട്ട് ഇന്നലെ ഞാൻ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് എല്ലാവരും സാധനങ്ങളും അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. കാരണം നിങ്ങളോട് പോസ്റ്റ് വഴി വീട്ടിലെത്തിച്ചു തരുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇന്നലെ എനിക്ക് പറ്റിയിട്ടില്ല. തിങ്കളാഴ്ച മുതൽ നമുക്കത് ശരിയാക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എല്ലാവരോടും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് 20 എണ്ണം ഉണ്ട്. 20 എണ്ണം ഓരോരുത്തർ വീട്ടിൽ എത്തിച്ചെടുക്കാൻ പാകത്തിന് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ വല്ല ഷോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അവർ അവിടെ എത്തിച്ചു തരും. തിങ്കളാഴ്ച മുതൽ നമ്മൾ പോസ്റ്റ് വഴി അയക്കാം. ഇപ്പം ഇന്നലെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കാരണമാണ് അയക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപക്കാണ് കടയിൽ കൊടുക്കണത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ് ബണ്ണ്. അപ്പോൾ ഈ സോഫ്റ്റ് ബണ്ണിൽ ഈ ഒരു പാക്കറ്റിൽ 100 പീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 100 പീസിൻ്റെ പാക്കറ്റിന് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് 50 രൂപ റേറ്റിനാണ് കൊടുക്കുന്നത്. അത് ഹോൾസെയിൽ റേറ്റാണ് കേട്ടോ പറയണത്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിൽ 100 പീസ് ആണ് വരുന്നത്. അത് മാത്രമല്ല, അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് വരുന്നത്. ഹോൾസെയിലായിട്ട് എടുക്കണം, ബൾക്കായിട്ട് എടുക്കണം. 1-2 പീസ് എടുക്കുമ്പോഴൊന്നും 1-2 പാക്കറ്റ് എടുക്കുമ്പോഴൊന്നും ഈ റേറ്റിന് കിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്കും ഇതിൻ്റെ വൈറ്റുമാണ് നമുക്കിപ്പോൾ മൂവിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂളൊക്കെ തുറക്കാനായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോണതും ഈ ഒരു ഐറ്റംസാണ്. പിന്നെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് നൈലോണ്, അതായത് കോട്ടൺ നൈലോണാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അത് ഒരു പാക്കറ്റിൽ 100 പീസ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് 80 രൂപയാണ് ആ ഒരു പാക്കറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസിനാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ തന്നെ നിങ്ങളോട് പറയണത്. ഇതാണ് കോട്ടൺ നൈലോണ്. കണ്ട, ഇതിൻ്റെ ഒരു 100 പീസ് അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റിന് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് 80 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പാക്കറ്റുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 പാക്കറ്റെങ്കിലും നിങ്ങൾ എടുക്കണം. 10 പാക്കറ്റൊന്നല്ല ശരിക്കും നമുക്ക് ഷോപ്പിലേക്ക് അവർ ബൾക്കായിട്ട് എടുക്കുമ്പോൾ 100 പാക്കറ്റൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങളായതുകൊണ്ട് മിനിമം ഒരു 10 പീസെങ്കിലും എടുത്താൽ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടും. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ ഒരുപാട് കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സെയിലായാണ്, എത്ര രൂപക്കാണ് ഇത് കൊടുക്കണമെന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങിയിട്ട്
ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ വിറ്റ് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽസിനൊക്കെ വളരെ റേറ്റ് കുറവിലൊക്കെയാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾ സ്വന്തമാക്കാൻ നോക്കുക. എന്നിട്ട് ചെറിയൊരു സംരംഭം പോലെ എല്ലാവരും ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒരുവിധമൊക്കെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.